മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടി കണ്ണൂരിലേക്ക് ഞങ്ങളുടെ സ്നേഹമോളുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അതിനിടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യാസിൽ കയറി കഴിച്ചു. പിന്നീട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടരുവാണ്. എറണാകുളത്ത് നിന്നാണ് ഞങ്ങൾക്കുള്ള വണ്ടി അറേഞ്ച് ചെയ്തിരുന്നത്. യാത്ര ലോങ് ആയതുകൊണ്ട് തന്നെ 8-9 മണിക്കൂർ ടൈം എടുത്തിട്ടായിരിക്കും ഞങ്ങൾ കണ്ണൂരിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വോൾവോ AC ബസ്സാണ്. അതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നെന്ന് വേണം തുടക്കത്തിലേ തന്നെ അത് പറയാൻ. കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര എൻജോയ് ചെയ്ത് ഈ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഞങ്ങൾക്ക് ഈ ഒരു ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി കിട്ടിയത് തന്നെയാണ്. ഇത് എറണാകുളത്ത് നിന്നും ഗ്രേസ് എന്ന് പറയുന്ന ഒരു ബസ്സാണിത്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആർക്കും ടയേർഡൊന്നും ആകാതെ നമുക്ക് അവിടെ എത്താനും തിരിച്ചു വരാനും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് എല്ലാവരും കൂടെ. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഒരു യാത്ര തുടരുന്നത്. അപ്പം ഇതിൽ ഞങ്ങളുടെ വണ്ടിയിൽ ഒരുപാട് ഗായകരൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെ പാട്ടുകളൊക്കെ ആസ്വദിച്ചും ഓരോരുത്തർക്കും പറയാനുള്ളതൊക്കെ കേട്ടും അടിച്ചു പൊളിച്ച് യാത്ര തുടരാം. കഴിച്ചു, പക്ഷെ വില ആണ് എല്ലാവരെയും വിഷമിപ്പിച്ചത്. ഇതിനിടയിൽ നമ്മളിങ്ങനെ പോകുമ്പം ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കയറിയേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനെ പറ്റി എല്ലാവർക്കും എന്താ പറയാനുള്ളതെന്നാണ് ഇപ്പം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അവസരം ഉണ്ടായത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ മസാല ദോശയാണ്, അല്ല ഞാൻ നെയ്റോസ്റ്റ് കഴിച്ചത്. അതിൻ്റെ വില കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഉച്ചക്കത്തെ പരിപാടി എവിടെയാണെന്നാണ് അറിയേണ്ടത്. അടുത്ത പരിപാടി കയറാതിരുന്നാൽ മതി. ചട്നി സൂപ്പറായിരുന്നു. മസാല ദോശ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. അല്ല, എനിക്ക് ഈ ഫുഡിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും കൂടി ഇതുപോലെ ഒരു ഫാമിലി ടൂർ പോലെ പോകാൻ പറ്റിയതിന് ആദ്യമായിട്ട് സ്നേഹയ്ക്ക് ഇത്രയും ദൂരെയുള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് സ്നേഹയ്ക്കും ജോജിക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നെയ് റോസ്റ്റിന്റെ നെയ്യ് കാരണം എന്റെ തല മത്തടിച്ചിരിക്കുകയാണ്. ഞാൻ കഴിച്ചത് മസാല ദോശയും ചമ്മന്തിയുമാണ്. നല്ല അടിപൊളി ചട്നിയായിരുന്നു. താങ്ക് യു. ഞാൻ 2 പൂരിയല്ല, ഞാൻ പൂരിയൊന്നും കഴിച്ചില്ല. 2 നെയ് റോസ്റ്റ് കഴിച്ച് പിന്നെ വയറ് ഉപകരണത്തെ പോലെ ഇരിക്കുകയാണ്. എന്റെ ഭാര്യക്ക് നാണമുണ്ട്. ഹലോ രാജിക്കോട്ടെ. ആ ഞങ്ങൾ റോസ്റ്റ് കഴിച്ചു, നല്ല ഹലോ ഹായ്, നമ്മൾ പഠിച്ച സാധനം പറ. ഹലോ ഹായ്, ഞാൻ ഇന്ന് കഴിച്ചത് ഗീ റോസ്റ്റ് ആണ്. സാമ്പാറും കൂടി കഴിച്ചു. നാളെ വിവാഹിതരാകുന്ന സ്നേഹിക്കും ബെന്നിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് അതിന് മുന്നോടിയായിട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഫുഡ് വളരെ നല്ലതായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളും 10 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളും സ്മൂത്തായി പോകട്ടെ. ഇന്ന് ഞങ്ങൾ കഴിച്ചത് പൂരിയാണ്, നല്ല പൂരിയാണ്. അതിൽ 2 എണ്ണം ഇതിലാണ് എന്റെ അടുത്ത്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. കേക്ക് കൊണ്ടുവന്നിട്ട് തരാത്ത ഞാൻ പറഞ്ഞതാണ് കഴിക്കാൻ കേക്ക് കട്ട് ചെയ്യേണ്ടതാണ്.
ആയിരുന്നു. അല്ല ഞാനിപ്പോ എന്താ പറയണ്ടത്, ഞാൻ ഇവർക്ക് സന്തോഷപ്രദമായിട്ട് കണ്ണൂരിൽ എത്തിക്കാനുള്ള എല്ലാ സാഹചര്യ ഉത്തരവാദിത്വവും ശ്രീജനെ കൊടുക്കുകയാണ്. അതിന്റെ നന്ദി പറയാൻ വേണ്ടി ശ്രീജനെ തന്നെ കൊടുക്കുക. ഹലോ, ഇത് കഴിയുമ്പോഴേ വൈകുന്നേരം ആവുമ്പോൾ ഞാനൊരു ബില്ല് ചെയ്താക്കും. അത് നിങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കണം കേട്ടാ. സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഉച്ചയ്ക്ക് മന്തി വേണം, കുഴിമന്തി വേണം, ബിരിയാണി വേണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കായലരികത്തു വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കുറിയെടുക്കുമ്പോൾ ഒരു ഞറുക്കിന് ചേർക്കണേ. വേറെയാണു വിചാരമെങ്കിൽ നേരമായതു ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിരെയും വെയിലത്ത് കയ്യിലും നടക്കണേ. സുന്ദരി എന്ന് പറഞ്ഞ ആള് മോശമാരിയാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഹലോ ഹലോ, ഈ പാട്ട് പാടാൻ കാരണേ മണപ്പുറത്ത് വലവീശ പോയി ചോദിച്ചേ. അന്ന് കണ്ടതാണ് ഈ കേസിട്ട്. അന്ന് ഉറങ്ങിയാണ് ഈ പാട്ട്. മണപ്പുറത്ത് ഹോസ്പിറ്റലിൽ എടുത്ത് കായലുണ്ടേ, ആ കായലിൽ വീശാൻ പോയതാണ്. കഥകളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. വീശാൻ പോയാലും വീശാൻ പോയില്ലേലും സംഭവം കൈ കിട്ടി. അത് കൊത്താനെയാണോ ചീനവനെയാണോ ചൂണ്ടയാണോ എന്നറിയത്തില്ല, എങ്ങനെയാണെങ്കിലും കൊത്തിപ്പിടിച്ചു. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി മാനസദേവന്റെ ചുംബന പൂക്കളോ പ്രേമവതിയുടെ ചൊടിയിണയിൽ ചൊടി.
അങ്ങനെ ഏകദേശം 3 മണിയോടടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയപ്പോഴത്തേക്കും, കാരണം ഇത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ടുള്ള ഫെസിലിറ്റി കിട്ടണമായിരുന്നല്ലോ. പിന്നെ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങിയപ്പോഴേക്കും ആ ഒരു ടൈമൊക്കെ ആയുള്ളൂ. അങ്ങനെ 3 മണിയായപ്പോഴത്തേക്കും നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. ഇപ്പം എല്ലാവരും ഇതെന്താണ് ബസ്സിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലേക്ക് കയറി പോകുന്നോ എന്ന് വിചാരിക്കേണ്ട. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു AC, ഇതൊരു കോച്ചിൻ്റെ രീതിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതായിരുന്നു. പിന്നെ എല്ലാവർക്കും അവരവർക്ക് വേണ്ടുന്ന ഫുഡ് വാങ്ങി കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഒരുപാട് പ്രതീക്ഷിച്ച് വന്ന ആ ഒരു ടേസ്റ്റല്ല കോഴിക്കോടെന്നുള്ളൊരു ബിരിയാണിയുടെ, എന്നാലും ഓക്കെ, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിച്ചു. പിന്നെ അവിടെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും പിന്നെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയി. പതിയെ എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങാൻ തുടങ്ങി. മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. ഞങ്ങൾ എത്തിയപ്പോഴേക്കും തന്നെ ഒരുപാട് വൈകിയത് കൊണ്ട് ചെന്നപ്പോഴത്തേക്കുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കും റെഡിയായി പോകണമായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ എല്ലാവരും റെഡിയായി താഴത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് അവരവിടെ നിന്ന് ടാറ്റയൊക്കെ തരുവാണ്. ആദ്യമേ ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ച കടങ്ങി നിന്ന് പിന്നെ മനസ്സിലായി വീഡിയോ ആണെന്നൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഫുഡും കഴിച്ച് നേരെ വണ്ടിയിൽ കയറി പള്ളിയിലേക്ക് പോവുകയായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളിരിനീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളിരിനീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകവിൽ മഹിമ
മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ എഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ഞാനെത്ര ഞാനെത്ര ഭാഗ്യവാനേശു എൻ ജീവനെ കാനായിലെ കല്യാണ കൽഭരണിയിലെ വെള്ളം തിരുനീരാ ഓമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന കാഴ്ചയേകി നാഥൻ ഓമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന കാഴ്ചയേകി നാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി ഞാനെത്ര ഞാനെത്ര ഭാഗ്യവാനേശു എൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് കല്യാണമൊക്കെ കൂടി അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയോടുകൂടെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ സന്തോഷകരമായിട്ടാണ് എല്ലാവരും കൂടെ ഈ യാത്രയിൽ പങ്കെടുത്ത് ഈ വിവാഹം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾക്ക് ഇനി ഇതേപോലുള്ളൊരു ട്രിപ്പോ എന്തെങ്കിലുമൊക്കെ ഇതിനിടയിൽ ഇനിയും വേണം, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.